സ്വാഗതം ആശംസിക്കുന്നു. ലീല ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ്, നന്നായി എഴുതുന്ന ഒരാളാണ്, വളരെ മനോഹരമായി കാവ്യഭാഷയിൽ കഥ എഴുതുന്ന ആളാണ് ലീല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നന്ദി. ഇനി അടുത്തത് അടുത്തതായി പഠിപ്പിച്ചത് വളരെ വളരെ ഹൃദ്യമായി ഷേക്സ്പിയർ അവതരിപ്പിച്ച കൊണ്ടിരുന്ന സാറാണ്. സാറ് സാമൂഹ്യ രംഗത്ത് ഒത്തിരി പ്രവർത്തിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോഴും രാജേഷ് സാറിനെ കുറിച്ചും എല്ലാവർക്കും ഏറെ ഓർമ്മകളുണ്ട്, എല്ലാവർക്കും പറയാൻ അവസരമുണ്ട്. സാറിനെ ഞങ്ങൾ പോരുമ്പോൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു, ഇപ്പം ജൂനിയറാണ്. അദ്ദേഹത്തിനും മുമ്പേ അദ്ദേഹം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഞങ്ങളുടെ തൊട്ട് ജൂനിയറായിരുന്ന ടീച്ചർ വരുന്നു, മേരി ടീച്ചറും വന്നിട്ടുണ്ടല്ലോ, വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല സംഘാടകനാണ്. ഒന്നും വേണ്ട, ആ ചിരി മതിയല്ലോ, ആൾക്കാരെ ചിരിച്ച് സമീപിക്കാനുള്ള ആ ചിരി സാന്നിധ്യം. പോൾ സാറിന് നിങ്ങളെ അവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇനി വേറെ ടീച്ചർ മലയാളം ഡിപ്പാർട്ട്മെന്റിനെ അഭിമാനിക്കാൻ ഒരു മഹാനടനുണ്ടായിരുന്നു, മഹാസാഹിത്യകാരനുണ്ടായിരുന്നു. ഇതെല്ലാമായിരുന്ന ഈ ശ്രീജവരി സാറ് കാലയവനികയിൽ പെട്ടുപോയി. അപ്പോൾ സാറിൻ്റെ അനുസ്മരണമായി വൈഖരി എന്നൊരു പുസ്തകം പ്രകാശിപ്പിക്കുകയും അതിനൊരു അനുസ്മരണ സമ്മേളനം നടത്തുകയും ചെയ്യുകയുണ്ടായി. ഒട്ടേറെ പേര് വന്നു, ഈ കൂട്ടത്തിലുള്ളവർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ശ്രീജയെക്കുറിച്ചും ഒത്തിരി ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട്. ഈ സാറൊക്കെ ശ്രീജയ സാറിൻ്റെ കൂടെ നാടകത്തിന് പോയിട്ട് 4 കളിയും മറ്റും ഒരു ദിവസം കളിച്ച ഒരനുഭവം പറഞ്ഞിട്ടുണ്ട്. ആലുവയിൽ പോയിട്ട് വിടൂല ആൾക്കാർ, നേരം വളർത്തിട്ടും ഇങ്ങനെ 1 കളി കഴിഞ്ഞു 2 കഴിഞ്ഞും ആൾക്കാർ തിങ്ങി നിൽക്കുകയാണ്. 4 ഷോയും മറ്റേ നാടകം കളിച്ചിട്ടുണ്ടെന്ന്. അന്നേരം കൂടെ പാസ് ആലുവ. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വില്ലനായിരുന്ന അഭിനയിച്ച ആൾ ലീല ചേച്ചി അല്ലേ? ലീല ചേച്ചിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ലീല ചേച്ചിക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഇവിടെ സ്വാഗതം പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന മുൻനിരയിലുള്ള നമ്മുടെ സിസ്റ്റേഴ്സ്, ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ല, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടവരാണ്. അവർ നമ്മുടെ വൈഖരിയുടെ കാര്യത്തിൽ പോലും വളരെ ഉദാരമായി ചെയ്ത ആൾ. അരികിൽ ഞാൻ ശാന്തി നുകരട്ടെ, ഒരു നിമിഷമെന്നരുമനാഥാനെ അരികിൽ ഞാൻ ശാന്തി നുകരട്ടെ. ജോലി തീരക്കി
ഫോട്ടോ അതെ സാറുകളെ കയറി ഇവിടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ വരാം. ഒരുപാട് ദീപങ്ങളാണ്. ദീപത്തിന് ചുറ്റും ദീപങ്ങൾ നിൽക്കുന്നവരാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനിത് കൊടുക്കുകയാണ്. മാറ്റി വെച്ചാൽ മതി. പറഞ്ഞാൽ ഒരു ഗണത്തിൽ ഒരു ഗ്രൂപ്പിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെടാതെ ഒന്ന് വിഭിന്നനായി നിൽക്കുന്ന ഒരാളെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ആ ഫ്രേസിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ഈ ഗ്രൂപ്പിൽ ഞാനൊരു ഓഡ് മാൻ ഔട്ടാണ്. ഒരു ചിരിയായിട്ട് മോളി വരുന്നുണ്ട്. മുമ്പോട്ട് വന്നോളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനമാണ് എനിക്കുള്ളത്. ഈ ദമനൻ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കാതെ എൻ്റെ പേരതിനകത്ത്, എൻ്റെ നമ്പർ അതിനകത്ത് ഉൾപ്പെടുത്തി. ഈ ഇതിനാണ് നെടുന്തള്ളി സാർ അശീതി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ അശീതിയെ പറ്റി ഒരു കാര്യം ഓർത്തു പോയത്, ഈ കോതമംഗലത്ത് ഞാനും നെടുന്തള്ളി സാറും ഒക്കെ കോതമംഗലം ഞങ്ങളുടെ ആ കോളേജിൻ്റെ സ്ഥാപകനും പ്രിൻസിപ്പലും അതിൻ്റെ സർവസ്വവുമായിരുന്ന MP വർഗീസ് സാർ പ്രഗത്ഭനായിരുന്നയാണ്. അപ്പം അദ്ദേഹം ഇതിന് 80 വയസ്സായി. 80 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോഹം, ഇത് കഴിഞ്ഞ് 85 ആകുമ്പോഴാണ് 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ആഘോഷം നടക്കുന്നത്. അതുവരെ ഉണ്ടാകുമോ എന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് 80 ഒന്ന് ആഘോഷിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പം അദ്ദേഹം ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, കാര്യം നടക്കും. അത്രയും ആരാധകരും അതുപോലെ തന്നെ ഒക്കെയുള്ള ഒരാളാണ്. അപ്പം അത് കൊണ്ടാടാനായിട്ട് വളരെ ഗംഭീരമായി അത് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഇതിനൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 60 വയസ്സാകുമ്പോൾ ഷഷ്ടിയബ്ദി എന്ന് പറയും, 70 ആകുമ്പോൾ സപ്തതി എന്ന് പറയും, 90 ആകുമ്പോൾ നവതി എന്ന് പറയും. ഇതൊക്കെ നമുക്കറിയാം. ഈ 80 ആകുമ്പോൾ എന്ത് പറയും എന്നുള്ളൊരു പ്രശ്നമുണ്ടായി. അതിന് ഇതുവരെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അപ്പോൾ വർഗീസ് സാറ് അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളോട് പറഞ്ഞു, ഇതിനെ പറ്റിയൊരു വാക്ക് വേണമല്ലോ. ആദരിക്കൽ ചടങ്ങാണ്. അതിന് നമ്മുടെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ് ഇവിടെ വന്നു. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് നമ്മുടെ നെടുന്തള്ളി സാറ് പറയുന്നത്. പ്രിയം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, അഡ്വക്കേറ്റ് കുര്യച്ചൻ സ്വാഗതം പറഞ്ഞപ്പോൾ എത്തിയിട്ടില്ലായിരുന്നില്ല ഐസക്കും ഞാനും ഒന്നിച്ച് പഠിച്ചു. അദ്ദേഹം എക്കണോമിക്സ് ആയിരുന്നു, MA കോളേജിൽ, ഞാൻ സുവോളജി ആയിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് BEd ഒന്നിച്ച് പഠിച്ചു. ഒന്നിച്ച് ഓണിയ ഹൈസ്കൂൾ തലശ്ശേരിയിൽ ജോലി ചെയ്തു. ഒന്നിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. അപ്പോൾ ഈ കോടിയേരി സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരുത്തും ഒക്കെ വളരെ ഹൃദ്യമായി ഞങ്ങളിങ്ങനെ കൊണ്ടു നടന്ന കൂട്ടരാണ്. അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ അത് ഇവിടെ സൂചിപ്പിക്കണം, ആ അനുഭവങ്ങൾ ഇവിടെ പിന്നെ പറയണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഐസക്കിനെ ഹൃദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് കുര്യത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കുര്യത്തിൻ്റെ അന്നേരം ഇവിടെ എത്തിയില്ല. പിന്നെ ഐസക്കിൻ്റെ മകളെ ആൻസിൻ്റെ നർത്തകിയാണ്. മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ അല്ലേ കുച്ചിപ്പുടി, ഇതൊക്കെ പിടിക്കുക. നമ്മളെ പഠിപ്പിച്ചിരുന്ന, നിങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ഐസക് സാറിൻ്റെ, പി കെ ഐസക് സാറിന് ഓർമ്മയുണ്ടല്ലോ, പി കെ ഐസക് സാറിൻ്റെ മരുമകൾ പൂജ രാജു, അവരുടെ ഒരു നൃത്തകളരി അല്ലെ നൃത്തകളരി നടത്തുന്നുണ്ട്. അതിലൊക്കെ ഒട്ടേറെ നൃത്തകല ഒക്കെ അഭ്യസിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അൻസി എൻ്റെ മകളാണ്. പോളി എബ്രാഹിമിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇരുന്ന ആളാണ്. ഇവരൊക്കെ ഭാഗ്യം ചെയ്ത എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. അപ്പോൾ അവരെ കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുതുതായിട്ട് കടന്നു വന്നവരെയും അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റാണ്, ഗുരുച്ചന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഒഴിപോലെ പ്രോഗ്രാം അനുസരിച്ച് അത് എങ്ങനെ കൺട്രോൾ ചെയ്തോളൂ. താങ്ക് യു. അതിനുവേണ്ടി ജോസാറിന് സാറിൻ്റെ ഇനി ഏതെങ്കിലും ഗ്രൂപ്പുകാർ ഇത് സാറിനെ ആദരിക്കുക, മൊമെൻ്റ് കൊടുക്കുക, ഷാൾ അണിയിക്കുക, എന്താണ് ചെയ്യും. ഈ പൊന്നാണയിൽ പൊന്ന് കൊണ്ട് 22 ക്യാരറ്റിൻ്റെ എന്നെ വിശ്വസിക്കുകയാണ്. തൊണ്ണൂറ്റൊന്ന് ബാച്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു പറഞ്ഞു കേട്ടോ. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തിരിഞ്ഞു പൊന്നാടി അനുഗ്രഹിക്കുന്നു. ലീല ചേച്ചിയുടെ ഉപഹാരം. ലീല ചേച്ചിയുടെ നമ്മുടെ ഒരു ഭൂതൻ
കാണുകയും ചെയ്ത് ഒന്നിച്ച് ജീവിച്ചതാണ്. അതുമല്ല, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശാരീരികമായി ഒരുപാട് അവസരങ്ങളുണ്ടെങ്കിലും നെടുമുടി സാറിൻ്റെ ഈ അശീതിക്കിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയൊരു ദീർഘകാല ആയുസ്സും സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത വർഷം സാറിന്റെ വീട്ടിൽ എന്താണെന്ന് പറഞ്ഞോ. നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്. സാറിൻ്റെ കാര്യം എന്ത് ബർത്ത്ഡേ അല്ലെങ്കിൽ പോലും നമ്മളുടെ ആ കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ട് ഇന്നല്ല ഇന്നത്തെ ഡേ അല്ല, പക്ഷെ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് സാറിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ആഘോഷപൂർവ്വം തീർച്ചയായിട്ടും സാറ് പറയുന്ന പോലെ സാറിൻ്റെ ആ രീതി തന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നിവർത്തിക്കാം. ക്ലാസ്സിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇന്നത്തെ ദിവസം നമ്മളുടെ എല്ലാവരുടെയും ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ സാറിൻ്റെ സഹധർമ്മിണി തന്നെ ബാബാ കുഞ്ഞോളെന്ന് വരിക. പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നെടുമുടി സാറിനും പോൾ സാറിനും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നെടുമുടി സാറ് CJ വർഗീസ് സാറും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അവർ അത്രയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു സാറായിരുന്നു നെടുമുടി സാറ്. സാറിൻ്റെ ഈ ഒരു പരിപാടിക്ക് വരാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഈ അശീതി എന്നുള്ള ആ ഗ്രൂപ്പിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. മത്തായി സാറ് പറഞ്ഞതുപോലെ എന്നെ ആരും വിളിച്ചതല്ല, പക്ഷെ എനിക്കിതിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ വൈഖരി എന്ന ഒരു പുസ്തകം നെടുന്തുള്ളി CJ വർഗീസ് സാറിനെ കുറിച്ചും ഫിലിപ്പ് സാറിനെ കുറിച്ചും ഇവർ തയ്യാറാക്കിയതിൽ മെയിൻ ആൾ നെടുന്തുള്ളി സാറാണ്. അതിൻ്റെ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ സാറിൻ്റെ ഓൾ സ്റ്റുഡൻസാണ്, അവരോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുവാണ്. പിന്നെ പ്രസംഗിക്കാനൊന്നും എനിക്കത്ര അറിയില്ല. ഞാനിപ്പോൾ സാറിൻ്റെ ഈ അശീതി ഇതിൽ ആശംസ അർപ്പിക്കാനാണ് വന്നത്. ഇനിയും ഒത്തിരി കാലം സാറ് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ ആ ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനതാ മത്തായി സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എൻ്റെ സാറെന്ന് ഞാൻ പറയും എന്ന് പറയാൻ കാരണം, അന്ന് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിച്ച് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അന്ന് നെടുമുടി സാർ എന്നോട് പറഞ്ഞു, സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, സാറ് പറഞ്ഞു, ആ രാഷ്ട്രീയം മാത്രമല്ല അല്ലേ എന്ന് പറഞ്ഞു. അതൊരു വലിയ അവാർഡ് കിട്ടിയ അനുഭൂതിയായിരുന്നു എനിക്ക്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. അവിടെ നിന്ന് അങ്ങനെ BA പാസ്സായി പോരാനും പറ്റി. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്നത് ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു.
അത്രയും ഒതുങ്ങിക്കൂടിയ ഒരു ബാച്ചായിരുന്നു ഞങ്ങളുടേത്. അല്ല, അതിനിടയ്ക്ക് ഒന്നും കൂടെ പോയി, ഒരു ഇൻ്റർവ്യൂവിനും കൂടെ പോയി. അവിടെ വേക്കൻസി വന്നു, ഒരു ഇൻ്റർവ്യൂവിന് പോയി. ഞാനും പങ്കെടുത്തു, മേരിയും പങ്കെടുത്തു. മേരിക്ക് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. പിന്നെ പോയതാണ് ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിട്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. ഈ ഓർമ്മകളെല്ലാം ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ നെടുന്നള്ളി സാറുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. ഞാൻ എപ്പോഴും പറയും, സാറ് പഠിപ്പിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാറ് ഞങ്ങൾ താടകാവധവും കിരാതാർജുനയും ഒക്കെ പഠിപ്പിച്ചു. അതിനകത്ത് എത്രത്തോളം തമാശ ഉണ്ടാവും നമുക്കറിയാലോ. അതൊന്നും ആയിരുന്നില്ല, ഒരു കുടുംബത്തിൽ എന്ന പോലെ ചേർത്ത് നിർത്താനുള്ള സാറിൻ്റെ ഒരു കഴിവ്. ഞാൻ ഈ വീട്ടിൽ ആദ്യം വരുന്നത് ചേച്ചിക്ക് സുഖമില്ലാതിരുന്ന ഒരു തവണയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്ലഡിൽ ലെഡ് കലർന്നു എന്നാണ്. ശരിയാണ് സാറേ? അത് ഞാൻ മറന്നിട്ടില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു ബ്ലഡിൽ ലെഡ് കലരുന്ന ഒരു രോഗത്തെക്കുറിച്ച്. അന്ന് ഈ വീട്ടിൽ വന്നതാണ്. അതിനുശേഷം ഇന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ. ശരിയല്ലേ ചേച്ചി, പ്രതിഷേധിക്കണോ? അതവരുടെ ജീവിതത്തിൽ കലർന്നിട്ടുണ്ട്, രക്തത്തിൽ കലർന്നു വന്നില്ല ഉണ്ടായിരുന്നു. ആദ്യം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ദമനനെയും ശ്രീകുമാറിനെയും ഈ രംഗത്തേക്ക് പാരലൽ കോളേജിൽ ഒരു അധ്യാപകനായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തത് ഞാനാണ്. അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇരട്ടയാറിൽ നിന്ന് CJ വർഗീസ് സാറിൻ്റെ കൂടെ ബെൻഹർ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ജോർജ് മാത്യു സാറിൻ്റെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ജോർജിയൻ കോളേജ് എന്ന് പറയുന്ന കളരിയിൽ നിന്നാണ് ഇവർ അഭ്യാസം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും ദമനൻ ഒരു മഹാ അധ്യാപകനായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ അതിനൊരു കാരണഭൂതനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 80-ാം പിറന്നാൾ ദമനൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ മാസം ആരംഭിക്കുകയുണ്ടായി. അപ്പോഴാണ് നേരത്തെ നമ്മുടെ മത്തായി സാറ് പറഞ്ഞ പോലെ ദമൻ എന്ന് പറഞ്ഞപ്പോൾ അശീതി എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചും ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അശീതി ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ലീലാജി അശീതിയെ അന്വേഷിച്ച് ഒരു യാത്ര തന്നെ പോയതിനെ കുറിച്ച് അവർ നമ്മുടെ ഫേസ്ബുക്കിലൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ആമേരച്ചൻ പാടിയതുപോലെ അവസാനം അവനിലേക്ക് തന്നെ ചുരുങ്ങി അവിടെ വെച്ച് അശീതി കണ്ടുപിടിച്ചു. അങ്ങനെ അവസാനം ലീലാജി ശാന്തമായി എന്ന് ശ്രീകുമാറും ഒക്കെ ഈ ഇടയ്ക്ക് ഇതിൽ കൂടെ വന്നു. അപ്പോൾ മത്തായി സാറ് പറഞ്ഞ പോലെ പുതിയൊരു വാക്കും ഇതും ദമനൻ്റെ വകയുണ്ട്. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സദസ്യരെ, ഇപ്പൊ സമയം 1 മണിയോടടുക്കുകയാണ്. അപ്പൊ ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. കുമാരനാശാൻ കുറിച്ചു വെച്ചു, സ്ഫുടതാരകകളുണ്ട് ഇരുട്ടിനിടയിൽ, ദ്വീപുകളുണ്ട് സിന്ധുവിൽ. പ്രിയപ്പെട്ട നെടുന്നള്ളി സാറിനെ കുറിച്ച് ഇവിടെ ദമനൻ സാർ ഓർമ്മിപ്പിച്ചതുപോലെ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ സംസാരിക്കല്ല, മറിച്ച് എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്നല്ല വീട്ടിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ആയുസ്സിൽ ഞാൻ പരിചയപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, പ്രിയപ്പെട്ട വർഗീസ് സാറുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് വളരെ ചിരിച്ചുകൊണ്ട്, അതായത് ഈ ആയുസ്സിൽ ഞാൻ പരിചയപ്പെട്ട, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് എൻ്റെ ഡാഡിയുടെ അഭിപ്രായം സാറിനോട് പറഞ്ഞപ്പോൾ സാറൊരു നിറഞ്ഞ ചിരിയോടെ എന്നോട് പറഞ്ഞത്, ഓ ഐസക്ക് ഒരു ചെറിയ ജീവിതം മാത്രമാണല്ലോ കണ്ടുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. ഏതായാലും എൻ്റെ ഡാഡിയുടെ കുടുംബത്തിലെ ഡാഡിയുടെ അപ്പനും അമ്മയും മൂത്ത ചേച്ചിമാരും മുതൽ ഇന്ന് മക്കളും കൊച്ചുമക്കളും വരെ അറിയുന്ന ഒരേ ഒരു സുഹൃത്ത് പ്രിയപ്പെട്ട നെടുന്നള്ളി വർഗീസ് സാറാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ജോലി അന്വേഷിച്ചു പോയി, പിന്നീട് തലശ്ശേരിയില് കോടിയേരി എന്നുള്ള സ്ഥലത്ത് ഒരുമിച്ച് ജോലി ചെയ്തു. മൺമറഞ്ഞ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇവരുടെ ഡാഡി ഓർമ്മിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡാഡിക്ക് എന്നെ മനസ്സിലായി കോളറയാണ്, ഇനി തന്റെ ആയുസ് അധികം ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഇന്നും വളരെ അകലെയാണ്. അന്ന് ഇതുപോലെയുള്ള ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല. ഈ സമയത്തും സാറ് അടുത്തുള്ള വീട്ടിൽ പോയിട്ട് സഹായി അഭ്യർത്ഥിക്കുന്നെങ്കിൽ ഓടി നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത്, അതായത് നില വഷളായിക്കൊണ്ടിരുന്ന സമയത്ത് സാറിന്റെ കയ്യെ പിടിച്ചിട്ട് ഡാഡി പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ മരിക്കും, ഉറപ്പായിട്ടും മരിക്കും.
എൻ്റെ ഡെഡ് ബോഡി വീട്ടിലെത്തിക്കണം. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയാണെങ്കിലും നീ, അതായത് കോളറ ബാധിച്ച് മരിക്കുന്ന ആളുകളെയൊക്കെ അവിടെ തന്നെ ആരെങ്കിലും മറവ് ചെയ്യുന്ന ഒരു രീതിയാണെന്നുള്ളത്. ശവസംസ്കാരമൊന്നുമില്ല. പക്ഷെ അന്ന് ഡാഡി പറഞ്ഞു എൻ്റെ ഡെഡ് ബോഡി വീട്ടിലെത്തിക്കണം. വീട്ടിൽ നോക്കിയിരിക്കുന്ന അപ്പനും അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളും ഉണ്ട്, എൻ്റെ ബോഡി വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞപ്പോ സാറ് കയ്യെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഈ പറയണേ? നിനക്കൊന്നും വരില്ല. ഞാനല്ലേ പറയണേ, നിനക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡാഡിക്ക് 84 വയസ്സുണ്ട്. ഇപ്പോഴും പറയും ആ വാക്കുകൾ എൻ്റെ നെഞ്ചിലുണ്ട്. അന്ന് വർഗീസ് എൻ്റെ കൈ ചേർത്ത് പിടിച്ച് എന്നോട് പറഞ്ഞ ആ വാക്കുകള് ഇന്നും എൻ്റെ നെഞ്ചിലുണ്ട്. ഈ കോളറ എന്ന് പറഞ്ഞാൽ പടർന്നു പിടിക്കുന്നതാണ്. എന്നിട്ട് പോലും സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അന്ന് സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് സാധിക്കുന്നതെല്ലാം ചെയ്ത പ്രിയപ്പെട്ട വർഗീസ് സാറിനെ കേവലം ഒരു ഗുരുനാഥനായിട്ടോ ഒരു സുഹൃത്തായിട്ടോ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തില് ഒരു സുഹൃത്തായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. മറിച്ച് ഞങ്ങളുടെ കുടുംബ ചിത്രത്തിലെ ഡാഡിയുടെ ജീവചരിത്രം എഴുതിയാല് അതിൽ ആദ്യ അധ്യായത്തില് ഏറ്റവും തെളിമയോടെ ഞങ്ങൾ എന്നും ഓർക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും വർഗീസ് സാറിനെ കുറിച്ച് പറയാത്തതോ വർഗീസ് സാറിനെ ഓർമ്മിക്കാത്തതോ ആയ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ പോലുമില്ല. ഇപ്പൊ ഡാഡിക്ക് 84 വയസ്സായി. ഇപ്പോഴും എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ പല എക്സ്ക്യൂസ് പറഞ്ഞ് മാറി പോയതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വർഗീസിനെ ഒന്ന് നേരിട്ട് കാണണം. എപ്പോഴും ആളെ വൈകാരികമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് കൂടെ പറയുന്നയാളാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും, എനിക്ക് വർഗീസിനെ ഒന്ന് നേരിട്ട് കാണണം, നിനക്ക് എന്താ സൗകര്യപ്പെടുക, നമുക്കൊന്ന് പോണം. എനിക്ക് ഒരു സ്ഥലത്തേക്കും കൂടുതൽ യാത്ര ചെയ്യുന്നയാളല്ല. പക്ഷെ സാറിനെ കാണണം എന്നുള്ള ആഗ്രഹം കേവലം ഇപ്പൊ ഒരു സുഹൃത്തിനെ കാണുക, ഇവിടെ വരുന്ന വഴിക്ക് ഒരു പൊന്നാടി ഒന്നും ഞാൻ വാങ്ങില്ല. എനിക്ക് വർഗീസിന് പൊന്നാടി അണിയിച്ചൊന്നും ആദരിക്കാൻ പറ്റില്ല. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും എനിക്കും വർഗീസിനിടയിൽ ഇല്ല. ഒരു പൊന്നാടയിൽ ഒതുങ്ങുന്നത് ഒരു പൊന്നാട കൊടുത്ത് കാണാവുന്നതായ ഒരാളല്ല. ഒരു പൊന്നാടയല്ല, എൻ്റെ നെഞ്ചിലാണ് വർഗീസിന്റെ സ്ഥാനം. ഇതൊന്നും ഒരിക്കലും ഒരു പൊയ് വാക്കോ ഒരു എന്താ പറയാ വെറുതെ പറയുന്ന ഒരു ഭംഗി വാക്കോ ഒരിക്കലും അല്ല. കാരണം മകളെന്ന നിലയിൽ ഇത്രയും വർഷം അടുത്ത് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാണ്, ഒരിക്കലും വർഗീസ് സാറിനെ ഡാഡി കാണുന്നത് ഒരുമിച്ച് പഠിച്ചയാളോ അല്ലെങ്കിൽ ഒരുമിച്ച് പഠിപ്പിച്ചയാളോ എന്നുള്ള ഒരിക്കലും അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സഹോദരനെ പോലെയാണോ, അതിനപ്പുറത്തേക്ക് തന്റെ ആയുസ്സിൽ താൻ കണ്ടുമുട്ടേണ്ടിയിരുന്ന ചിലരെ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടുമുട്ടേണ്ടതാണ്. എൻ്റെ ജീവിത ചിത്രം പൂർത്തിയാകുന്നതിന് ചിലരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നൊക്കെ ചില നോവലുകളിലൊക്കെ നമ്മൾ വായിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഡാഡിയുടെ 84 വയസ്സിനിടയില് എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനാണ് വർഗീസ് സാറ്. ഇപ്പൊ ഡാഡി അധികം യാത്ര ചെയ്യുന്നില്ല, രോഗാവസ്ഥയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ സാറിനെ കണ്ടാല് എനിക്ക് തോന്നുന്നു ഈ പ്രേം നസീറിനെ കുറിച്ചൊക്കെ പറയില്ലേ, ഈ നിത്യഹരിത നായകൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരിക്കലും മായാത്ത ഒരു പുഞ്ചിരിയും സ്വയം ചലിക്കുന്നവർക്ക് ലോകത്തെ ചലിപ്പിക്കാനാവൂ എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വയം ചിരിക്കുന്ന മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടും എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക. ഇന്നിപ്പോ ഞാനും അധ്യാപികയായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സാറിന്റെ ചില മാനറിസങ്ങള് അനുകരിക്കാനോ സാറിനെ പോലെ തുറന്ന ചിന്താഗതിയോടെ എല്ലാവരെയും സ്വീകരിക്കാനൊക്കെ ഒരു വിഫല ശ്രമം ഞാൻ നടത്താറുണ്ട്. എനിക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരിക്കലും ഞാനാണ് നമ്മളൊരു യൂണിക് പീസസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സമയം വളരെ പരിമിതമാണ്. രവീന്ദ്രൻ വളരെ വിഷമിച്ചാണ് എനിക്ക് ഈ സമയം അനുവദിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറിനെ കുറിച്ചാണേലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മോളി കുറേ കാര്യങ്ങൾ പറഞ്ഞു, വളരെ സത്യസന്ധമായിട്ട് മനുഷ്യത്വപരമായിട്ട് എല്ലാവരും ചേർത്ത് നിർത്താനുള്ള സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞില്ല. സാറൊരു ദിവസം ഒരു സെമിനാർ പോലെ ഒരു ക്ലാസ്സിൽ സ്ത്രീധനത്തെക്കുറിച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളെല്ലാവരും സംസാരിക്കണം. കാര്യം ഞങ്ങൾ ഈ മോളി പറഞ്ഞ 9 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല കോപ്പറേറ്റീവായിരുന്നു, സാറന്മാരുമായിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പം മോളി എഴുന്നേറ്റ് ഇരുന്ന് നന്നായിട്ട് സംസാരിച്ചു. എന്നോട് കുറേ പറഞ്ഞു. അന്ന് ഞാൻ ഇതുപോലെ പറയാനായിട്ട് മടി പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ സാർ എപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഒന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ലല്ലോ.
അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ ജീവനുള്ള മാംസപിണ്ഡങ്ങൾ മാതിരി ഇരിക്കണമെന്ന് ചോദിക്കുമായിരുന്നു. അതാണ് സാറിൻ്റെ ഒരു വഴക്ക് പറച്ചിൽ. പിന്നെ ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സാറിനെ കുറിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പോൾ സാറ് ചോക്ക് എടുത്തിട്ട് ഒറ്റ ഏറ് വെച്ചിരുന്നു, ഞെട്ടി എഴുന്നേറ്റു. ഞാനിതേത് ലോകത്താണെന്നുള്ളൊരു തോന്നൽ അന്നേരം എനിക്കുണ്ടായി. അപ്പോൾ അതാണ് പിന്നെ ഞാൻ സാറിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. ക്ലാസ് കേട്ടല്ല, എൻ്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. ആ ഉറക്കത്തിൽ തന്നെ അത് വേറെ കഥയാ. പിന്നെ അന്ന് ഇലക്ഷനൊക്കെ നിൽക്കുന്ന മലയാളത്തിലെ ഒരാളാണ്, അങ്ങനെ എനിക്കറിയാം. പിന്നെ പാർലമെൻ്റല്ല മറ്റേ ജില്ലാ പഞ്ചായത്തിലേക്ക് നിന്നിട്ടുണ്ട്. ദേവനൻ സാറ് ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ഏറ്റവും സ്നേഹിതനാണ്. അദ്ദേഹമാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പം ശശി സാറ്, ഞങ്ങളുടെ കോപ്പറേറ്റീവ് കോളേജിൻ്റെ സെഫാടി, എൻ്റെ നാട്ടുകാരൻ ഷാജൻ എന്നുവേണ്ട ഇവരൊക്കെ എനിക്ക് നന്നായി അറിയാം. ഏവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്ന ഒരു സമയമല്ല, കുട്ടികളൊക്കെ ഒന്നും എനിക്ക് അത്ര നേരിട്ട് പരിചയമില്ല. ഞാൻ ദേവൻ സാറിൻ്റെ ഒക്കെ സമകാലീനായതുകൊണ്ട് 40-42 വർഷമായി കോളേജിൻ്റെ പടി ഇറങ്ങിയിട്ട്. ഒരു പിടി നെല്ലിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് സാറ് പഠിപ്പിച്ചത്. അന്നൊന്നും പഠിക്കാൻ അത്ര മിടുക്കല്ല, ഞാനൊക്കെ പിൻബെഞ്ചുകാരനാണ്. ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും സമയത്ത് ക്ലാസ് വിട്ട് ഇറങ്ങി പോവുക, മൗലികഭാഗത്തിനൊക്കെ പോയവർക്ക് ചിന്താവ് പിടിക്കുക, ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടന്ന് ഈശ്വരൻ ഈ പാതയിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഞങ്ങൾ റിട്ടയർ ചെയ്യുന്ന നമ്പൂരി സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കോപ്പറേറ്റീവ് കോളേജിൽ തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഈ സമയം വരെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനൊക്കെ നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് വാസ്തവത്തിൽ ഒരു വാക്ക് സംസാരിക്കുന്നത് വർഗീസ് സാറിൻ്റെ കൈ നീട്ടിയ അനുഭവമാണ്. അതിലുപരി ഞാൻ സാറിൻ്റെ അയൽവക്കംകാരനായിരുന്നു നാളുകളായിട്ട്. 20 വർഷക്കാലത്തോളം സാറിൻ്റെ മുറ്റത്ത് കിടന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളും ഈ കുടുംബമായിട്ട് എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വീടുകളാണെങ്കിൽ ഈവൻ ഏതെങ്കിലുമൊക്കെ മരണം, എൻ്റെ വീടുകൾ അച്ഛനും അമ്മയൊക്കെ മരിക്കുമ്പോൾ സാറാണ് അതിന് മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെ പോലെ. ചേച്ചി എനിക്കറിയാം, വാരയിൽ നിന്ന് ആണ് ചേച്ചിയുടെ വീട്. അവരൊക്കെ നമുക്ക് നന്നായി ബന്ധമുള്ളവരാണ്. എല്ലാവരും നന്നായി ഓർക്കുന്നു. വന്ന് പങ്കെടുത്ത ദേവൻ സാറിനെ ഞാൻ ഒന്നുകൂടി പുകഴ്ത്തി പറയുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഞാൻ തിരിച്ചു വിളിച്ചതാണ്. അപ്പോഴാണ് ഈ ചടങ്ങ് അതിനകത്ത് പറയുന്നത്. എനിവേ, എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരും എനിക്ക് നേരിട്ട് പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എല്ലാവരോടും ഒരൊറ്റ വാക്കിൽ നന്ദി പറയുമ്പോൾ തന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഇനിയും വർഗീസ് സാറിന്, എൻ്റെ ഗുരുനാഥൻ എന്നതിൽ കൂടാതെ തന്നെ അയൽവക്കക്കാരൻ എന്നതുകൂടി ചേർത്തുകൊണ്ട് നേർന്നുകൊണ്ട് നിസ്വാർത്ഥമായി, ഒരു സ്വാർത്ഥവുമില്ല. സാറൊക്കെ നമുക്ക് പകർന്നു തന്ന ദീപം അണയാതിരിക്കട്ടെ. ഈ സമൂഹത്തിൽ കേടില്ലാതെ ഒരിക്കലും ഒട്ടും കെട്ടുപോകില്ല. എങ്ങനെ നിന്നും മാഞ്ഞാലും ഈ സമൂഹത്തിൽ ഓർക്കുന്ന ഒട്ടനവധി നാളുകളോളം ഉണ്ടാകും എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടി സാറിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. താങ്ക് യു സാർ. മലയാള അംഗങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ അലുമിനി ആഘോഷത്തിന് പല പ്രാവശ്യം വന്നെങ്കിലും അവിടെ വന്നപ്പോൾ 1-2 പേരില്ലാതെ ആരും തന്നെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് പിന്നീടുള്ള അലുമിനി മീറ്റിങ്ങുകൾക്ക് പോകാറുമില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും കാണുന്നുള്ളൂ, നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ളവരെയും പരിചയമുള്ളവരെയും കാണുക എന്നുള്ളൊരു ആഗ്രഹത്താണല്ലോ നമ്മൾ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്. അതവിടെ സാധിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുമില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വരുമ്പോൾ മലയാള കുടുംബത്തിലെ അംഗങ്ങളെ കാണാൻ കഴിയുമെന്നൊരു സൗഭാഗ്യം ലഭിക്കുമെന്നോർത്ത് തന്നെ വന്നു. വളരെ സന്തോഷം ഇത്രയും അധ്യാപകരെ കാണാൻ കഴിഞ്ഞതിൽ. കൂടെ പഠിച്ചവരെ കാണാൻ കഴിഞ്ഞ് ഞാനും ആൻസിയും ബിൻസിയും ഒക്കെ ഒരുമിച്ച് ദേവനൻ സാറിൻ്റെ അടുത്ത് ട്യൂഷന് പോയി. ഞങ്ങൾക്ക് അങ്ങനെ ദേവനൻ സാർ ഞങ്ങളുടെ അധ്യാപകൻ തന്നെയാണ്. മറ്റേ ജോസ് സാറിനെ 1-2 പ്രാവശ്യം മാത്രമേ പിന്നീട് കണ്ടിട്ടുള്ളൂ, റിട്ടയർ ചെയ്തതിന് ശേഷം, പഠിപ്പിച്ചതിന് ശേഷം. പോൾ സാറിനെ മെയിൻ ടീച്ചറിനെ കാണാറുണ്ട്. ദേവനന്ദ സാറിനെ 1-2 പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു. വളരെ സന്തോഷം. സാർ ഇത്ര ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കഴിയുന്നതെന്നറിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന ഇത് കഥയും കവിതയും ഒന്നും എഴുതുകയും വായിക്കുകയൊന്നും ചെയ്യാറില്ലെങ്കിലും എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് വീണ്ടും എല്ലാവിധ ആയുസ്സും ആരോഗ്യവും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ ബേദ്ലഹേം കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലുമുള്ള ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സും പഠിച്ചിട്ടുള്ളത് സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ തന്നെയാണ്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി, നമസ്കാരം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ചാതുർത്തി സാറിൻ്റെ ലാസ്റ്റ് ബാച്ചാണ്. ചാതുർത്തി സാറാണ് ഞങ്ങളുടെ ഹെഡ്. അവിടെ ലാസ്റ്റ് ബാച്ചിൽ ഞാൻ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജൂനിയേഴ്സ് ആരും ഇവിടെ വന്നിട്ടില്ല. ഞാൻ
നെടുന്തലി സാർ എന്നെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. പ്രീ ഡിഗ്രിക്ക് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമുക്ക് അത്ര വലിയ സ്നേഹമൊന്നും തോന്നില്ല, അടുപ്പം ഉണ്ടാവില്ല, സ്നേഹമല്ല അടുപ്പം ഉണ്ടാവില്ല. പക്ഷേ നെടുന്തലി സാറിനെ എനിക്കറിയായിരുന്നു. സാറിൻ്റെ മകള് നമ്മുടെ സ്കൂളിൽ ബോർഡിങ്ങിലാണ് പഠിച്ചത്. അപ്പം നെടുന്തലി സാർ അച്ഛൻ്റെ മകനായതുകൊണ്ടും സാറിനെ കുറിച്ച് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ടും നെടുന്തലി സാറിനൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നോടും അത് കാരണം ഒരിത്തിരി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം മാത്രമേ, അല്ലാതെ ഡിഗ്രിക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചൊരു അങ്ങനെ അടുപ്പമൊന്നുമില്ല. പിന്നെ പ്രീ ഡിഗ്രി ക്ലാസ്സുകളിലും മിക്കവാറും മലയാളമൊക്കെ വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ ടീച്ചർമാരുണ്ടാവുള്ളൂ. മരത്തിന് സ്തുതി സുഗതകുമാരിയുടെ, അതാണ് സാറിനെ പഠിപ്പിച്ച കവിത. അതിന് ശേഷം മെയിൻ മലയാളം പഠിക്കാൻ വന്നപ്പോൾ സത്യത്തിൽ മലയാളം പഠിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. പിന്നെ എനിക്ക് ഹിസ്റ്ററി പഠിക്കാനായിരുന്നു ഇഷ്ടം. അന്നേരം OJ കേപ്പച്ചൻ്റെ അടുത്ത് കാല് പിടിച്ചു ചോദിച്ചു, അച്ഛാ എനിക്ക് ഹിസ്റ്ററിയിൽ അഡ്മിഷൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വർഗീസ് സാറും ഫിലിപ്പ് സാറും അവിടെ ഉണ്ട്, അതുവരെ എന്നെ മോളെ തേനെ പാലെന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു സിസ്റ്റർ മലയാളം പഠിച്ചാൽ മതി പറഞ്ഞു. പിന്നെ അവിടെ കൊട്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ മലയാളം പഠിക്കാൻ പോയി. പിന്നെ ഹിസ്റ്ററി എന്ന സ്വപ്നമൊക്കെ മാറ്റി വെച്ച്. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പം എനിക്ക് ഏറ്റവും പഠിച്ചത് നല്ലത് മലയാളം തന്നെയാണെന്നൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചാതുർത്തി സാറ് റിട്ടയർ ആണത്. ചാതുർത്തി സാറും ഫിലിപ്പ് സാറും റിട്ടയർ ആവുന്ന സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങനെ ഇവരെ റിട്ടയർമെന്റ് കൊടുക്കണം. കാരണം ആളുടെ വീട്ടിൽ അവര് 5 പെണ്ണും 2 ആണായിരുന്നു. എൻ്റെ ജൂനിയറാണ് നമ്മുടെ ശശിയൊക്കെ, ശശി, ചന്ദ്രൻ, ഭാസ്കരൻ വന്നിട്ടില്ല, നിങ്ങളുടെ ആളുകളൊക്കെ. നെടുന്തലി സാറിനെ കുറിച്ച് പറയുമ്പോൾ അധികം കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷം അധികം കണ്ടിട്ടില്ല. അധ്യാപകൻ വല്ലപ്പോഴും കാണുന്ന ജോസ് സാറിനെയാണ്. കാരണം ഞാൻ എറണാകുളത്ത് താമസമായതുകൊണ്ട് ജോസ് സാറ് ആരോഗ്യം നോക്കുന്ന ഒരാളായതുകൊണ്ട്, ശരീര സംരക്ഷണം വളരെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് ആൾ ദീർഘദൂരം നടക്കുന്നയാളാണ്. ആൾ നടക്കുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വഴിക്കോടെ സ്കൂട്ടറിലെ ബൈക്കിലൊക്കെ പോകുന്നുണ്ടാവും. അങ്ങനെ വഴിക്ക് വെച്ച് കാണാറില്ല. നെടുന്തലി സാറിനെ ഈ പറഞ്ഞ പോലെ അധികം കാണാറില്ല. കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കാലത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകരെന്ന് നമുക്ക് വളരെ ചുരുക്കമുണ്ടായിട്ടുള്ളൂ. നമ്മൾ മനസ്സിലേറ്റുന്ന അധ്യാപകർ. നമ്മൾ ജോസാറാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നയാൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ഞങ്ങൾ വളരെ ആൾക്കാർ കുറവാണ്, 7 പേരേ ഉള്ളൂ. 7 പേരെ പഠിപ്പിക്കാൻ 9 അധ്യാപകരുണ്ടായിരുന്നു. ഈ 9 അധ്യാപകരിൽ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന 2-3 അധ്യാപകരുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറ്റം പറയാമെന്ന് പറയരുത്. അതായത് മരിച്ചുപോയെങ്കിൽ തന്നെ നമ്മുടെ തോമസ് സാറ്, ഐസക് സാറ്, അല്ലെങ്കിൽ വർഗീസ് അച്ഛൻ, ഇവരൊന്നും വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അവരുടെ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്ന ഒരാൾക്കാരായിരുന്നു. പക്ഷേ വർഗീസ് സാറ്, ജോസ് സാറ്, CJ വർഗീസ് സാറ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള, ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ. കാര്യം എനിക്ക് കോളേജിൽ സെൻറ്റ് ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പോകുന്നതിന് ശേഷം കൂടുതൽ പഠിക്കാനൊന്നും യോഗം ഉണ്ടായില്ല. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് കൂടെ മാത്രമാണ് ആണുങ്ങളിൽ ക്ലാസ്സിൽ പൂർണ്ണമായി ഇരിക്കാറുള്ളത്. ഞാൻ ക്ലാസ്സിലെ ഒരു അതിഥി പോലെയായിരുന്നു. അപ്പോൾ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായതുകൊണ്ട് ഈ അധ്യാപകർ എല്ലാവരും എന്നെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം ഈ നെടുന്തലി സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കാലകേയവധം, നിവാദ കവച കാലകേയവധം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സാറിന് അത് പറയുന്നതിനൊരു ഈണമുണ്ട്, ഒരു റിഥമുണ്ട്. സാറിൻ്റെ ഓരോ വാക്കും ആ റിഥം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. പലതും ചിരിക്കാനുള്ളതാണ്. അപ്പം അത് ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല, പിന്നീടാണത് വളരെ ഹാസ്യാത്മകമായി സാർ അവതരിപ്പിക്കുന്ന രീതി അത് നമ്മളിലേക്ക് തറച്ചു കയറുന്നൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെയുള്ള ആത്മബന്ധവും വളരെ ഏറെയാണ്. നിരവധി വേദികളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള വേദികളിലൊന്നും ഞങ്ങൾ ഇതുപോലെ സംബന്ധിച്ചിട്ടില്ല. എങ്കിലും സാറിനോടുള്ള സ്നേഹം അന്നും ഇന്നും എനിക്ക് ഏറെയാണ്. നമുക്ക് അറിയാം, നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു വണ്ടി യാത്ര ചെയ്യുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കും. എന്തിനാ കണ്ണാടി നോക്കുന്നത്? പിന്നിലേക്കാണ് നോക്കുന്നത്. പിന്നിലേക്ക് നോക്കുന്നത് മുന്നിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നിലേക്ക് തന്നെ നോക്കിയിരുന്നാലോ? പിന്നിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ KT തോമസ് സാറ്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്.
ഇല്ല. ജെസ്സി സാറ്, പിന്നെ ഫിലിപ്പ് സാറ്, CJ വർഗീസ് സാറ്, തങ്കപ്പൻ നായർ സാറ്, KT തോമസ് പറഞ്ഞു. അങ്ങനെ 6 സാറുമാരോളം മൺമറിഞ്ഞു പോയി. അച്ഛനുൾപ്പെടെ അതിൽ എല്ലാവരും ശാന്തപ്രകൃതരായിരുന്നു. ഫിലിപ്പ് സാറ് ക്ലാസ്സിൽ അങ്ങനെ തമാശയൊക്കെ പറയും, സാറ് ചിരിക്കില്ല. അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സാറായിരുന്നു. KT തോമസ് സാർ നല്ല സ്നേഹത്തോടെ ക്ലാസ് എടുത്തിരുന്ന ഒരു സാറാണ്. പിള്ളേരെയൊക്കെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും, എന്നാലും ശാന്ത സ്വഭാവമായിരുന്നു. പിന്നെ യോഹന്നാൻ സാറിൻ്റെ ക്ലാസ് എല്ലാം ഒരുപോലെ തന്നെ, കുഴപ്പമില്ല. പിന്നെ CJ വർഗീസ് സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ സാറ് വരുന്നത് തന്നെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. സാറിന് നല്ല പൊക്കവും, ഞാൻ ക്ലാസ്സിൽ ചെറിയ കൊച്ചുമായിരുന്നു. സാറിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ സാറ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് വെച്ച് തൊപ്പിയും വെച്ച് മാലയിടിച്ച് പാട്ടും പാടി ഞങ്ങളുടെ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്. നല്ല മേരി ടീച്ചർ ഒരു ദിവസം മറ്റേ ഞങ്ങൾ 88-91 ബാച്ചിൻ്റെ എല്ലാവിധ ഭാവങ്ങളും സാറിന് ഇനിയും ഇതുപോലെ ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ നിത്യഹരിത നായകനായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വൈകിയ വേളയിൽ കൂടുതൽ അനുഭവങ്ങളിലേക്ക് എത്തുന്നില്ല. ഈ അശീതിയുടെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ ഗുരുവായ നെടുന്തള്ളി സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളം കുടുംബത്തിലെ അംഗങ്ങൾ, ഇതിലാദ്യമായിട്ട് നന്ദി പറയേണ്ടി വരുന്നത് ദമന സാറിനും കുര്യാച്ചൻ വക്കീലിനൊക്കെയാണ്. കാരണം ഇവരാണ് നമ്മളെ വിളിച്ച് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ബാച്ചിൽ ഒരു ബാച്ചാണ് ഞങ്ങൾ. കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതാണ്ട് ഞങ്ങൾ 40ഓളം വിദ്യാർത്ഥികൾ, അതായത് ഫുൾ കോണം തികഞ്ഞ ഒരു ബാച്ചായിരുന്നു. ഇപ്പോൾ SK ഒക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് 12 ആൺകുട്ടികളും ബാക്കി 28 പെൺകുട്ടികളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ 1-2 പേര് അതിൽ നിന്ന് പോവുകയും ബാക്കി ഏതാണ്ട് 38, അവസാന ഘട്ടത്തിൽ ഏതാണ്ട് 36 പേര് ഞങ്ങളുണ്ടായിരുന്നു. ഈ ആൺകുട്ടികൾ ഒരു കാലത്തും ഒന്നിച്ച് ക്ലാസ്സിലെത്താത്ത, അതായത് ശരിക്കും പറഞ്ഞാൽ 12 പേരുണ്ടായിരുന്നു. 12 ആണല്ലോ നമ്മുടെ നെടുന്തള്ളി സാറ്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ ഒരാഗ്രഹമുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരും സഹകരിക്കണം. മോൾ ടീച്ചർ, മേ ടീച്ചർ, പോൾ സാറ് ഒക്കെ എല്ലാത്തിലൂടെയും പറയണം. അവർ സഹകരിക്കണമെന്ന് ഞാൻ അതിൻ്റെ തുടക്കം ഇതിൻ്റെ അകത്ത് നിന്ന് കുറിക്കുകയാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ഈ ഗ്രൂപ്പിൽ ഞാൻ കാര്യങ്ങൾ അറിയിച്ചോളാം. ഓക്കെ, ചന്ദ്രൻ. 2 വാക്കാ പറയാനുള്ളൂ. രമണൻ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ അദ്ദേഹത്തോടുള്ള നന്ദി. മലയാളത്തിലെ നമ്മളെ ഒരുപാട് സാറുമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരും മോശം എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരുപാട് മേലെ നിൽക്കുന്നത്. അപ്പോൾ പല പരിപാടികൾക്കും ഞാൻ വരാറില്ല. നെടുമുടി സാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ. അപ്പം നെടുമുടി സാറിനോട് എനിക്ക് പറയാനുള്ളത് 2 വാക്ക്. സദ്ഗുരുനാഥ ഓടിയുണ്ട്. കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ ബാച്ച് 1990-93 കാലഘട്ടത്തിലാണ്. അപ്പോൾ ദമനൻ സാറ് എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 8 പേര് കൂടി വേറെ ഉണ്ട്. എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റിയത്, സാറിന് ആശംസ അറിയിക്കാൻ പറ്റിയതിൽ ഒക്കെ വളരെ സന്തോഷം. മേരി ടീച്ചറുടെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. ടീച്ചറെ കാണാൻ സാധിച്ചതിൽ 30 വർഷത്തിന് ശേഷം കാണാൻ സാധിച്ചതിൽ സന്തോഷം.
നെടുന്തലി സാറിനെ ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്, കോലഞ്ചേരിയിലൊക്കെ ഹസ്ബൻഡിനെയും വാപ്പാനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ. പിന്നെ ദമനൻ സാറ് എൻ്റെ അധ്യാപകനാണ്. MA മലയാളം ഞാൻ സാറിൻ്റെ അടുത്ത് പോയാണ് പഠിച്ച് ജയിച്ചത്. വളരെ അപ്പം സാറിനോട് എത്ര നന്ദി പറഞ്ഞാൽ എന്ത് കോളേജിലോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കും. എൻ്റെ സംശയങ്ങൾ തീർക്കാനും ഞാൻ ഇതുവരെ ദമനൻ സാറെ വിളിച്ചുകൊണ്ടിരുന്നത്. പല അധ്യാപകരുടെയും പോൾ സാറും നല്ല ഓർമ്മയാണ്. നല്ല കന്നിക്കൊയ്ത്ത് എപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ എടുത്താലും പോൾ സാറിൻ്റെ ടോൺ അങ്ങ് വരും. അത് ഞാൻ അറിയാതെ വരുന്നതാണ്. അപ്പം ടീച്ചർക്ക് ഇത് പതിഞ്ഞു പോയതാണോ എന്ന് ഓർക്കും. നെടുന്തള്ളി സാറിൻ്റെ ക്ലാസ്സുകളും നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്നും അധ്യാപകരെ ഓർക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വരാനും എനിക്ക് വളരെ സന്തോഷമായിരുന്നു. നെടുന്തള്ളി സാറ് ശാകുന്തളം പഠിപ്പിക്കാൻ ശാകുന്തളി ചതുർത്ഥോങ്ക തത്ര ശ്ലോക ചതുഷ്ടയും ആ ടോണും നമ്മുടെ ഒപ്പം കൂടെ സഞ്ചരിക്കുകയാണ്. CJ വർഗീസ് സാറിന് ഏറ്റവും ഓർക്കണ ഉണ്ണുന്നിലെ സന്ദേശമാണ്. അത് അഭിനയിച്ച് തകർത്ത് പഠിപ്പിച്ചു. അതും എന്ന ഓർമ്മയിലുണ്ട്. സാറിന് മറ്റ് അധ്യാപകരെ, ഇവിടെ CJ സാറിൻ്റെ സഹകർമ്മികൾ, പല കാലങ്ങളിലായി സെൻറ്റ് പീറ്റേഴ്സിൽ നിന്നും പടിയിറങ്ങിയ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്നലെ ഞാൻ എൻ്റെ ബാച്ചാണ് നമ്മുടെ കുര്യനും ദമനും ഒക്കെ. ഇന്നലെ ദമനെ ഒന്ന് വിളിക്കേണ്ട അവസരം വന്നു. അപ്പോൾ ഫോൺ കൈമാറിയത് നമ്മുടെ സാറിൻ്റെ കയ്യിലേക്കാണ്. സാറ് പറയുന്നു, കണ്ടോ ലീലാജി ഈ കുര്യൻ്റെയും ദമനൻ്റെയും വിക്രിയകൾ. ഒരു അധ്യാപകൻ ഇപ്പോഴും കൊച്ചു കുട്ടികളായിട്ട് വിക്രിയകൾ കാണിക്കുന്ന കുട്ടിയായിട്ടാണ് അധ്യാപകൻ പറയുന്നത്. ഇന്നലെ ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ വന്നാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ സാറ് പറയാണ്, കണ്ടോ ഈ കുട്ടികളുടെ വിക്രിയകൾ. അപ്പം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അല്ലെങ്കിൽ സാറിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ 75-80 കാലഘട്ടത്തിൽ സെൻറ്റ് പീറ്റേഴ്സിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. 75-77 പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 1F 2F അതായത് 3rd ഗ്രൂപ്പ് മലയാളം. പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ വർഗീസ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഠിന സത്യം ഞാൻ തുറന്നു പറയട്ടെ. എനിക്ക് ഈ മലയാളം പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാനും ദമനും ഒക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതാണ്. കെമിസ്ട്രി പഠിക്കണം ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഏതായാലും ദൈവം അതിനെ അനുവദിച്ചില്ല. കെമിസ്ട്രി പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ മലയാള സാഹിത്യത്തിലേക്കാണ് വന്നുപെട്ടത്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ദൈവമേ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണ്, എന്താ എനിക്കിത് പഠിച്ചാൽ കയറി പോരാൻ പറ്റുമോ? CJ വർഗീസ് സാറിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. സാറ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എന്തോ എൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അടഞ്ഞു പോവുകയാണ്. പിന്നെ കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നു നോക്കും. ഇവിടെ ഇരിക്കുന്ന ദമനൻ, ലീലാജി, ശ്രീകുമാർ, ഗുരാച്ചനൊക്കെ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഇത് എന്തായിരിക്കും ഇവരൊക്കെ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കണ്ണ് വലിച്ചു തുറക്കും. പക്ഷേ കുറേന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിനോട് വളരെ താല്പര്യമായി കഴിഞ്ഞു. സാറിൻ്റെ ആ നാടക കൃതികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വർഗീസ് സാറിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഗ്നിശലഭങ്ങൾ, കാവിലെപ്പാട്ട്, അതൊന്നും ഒരിക്കലും മറക്കാനാവാത്ത ക്ലാസ്സുകളായിരുന്നു. സാറിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കീഴത്ത് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു രാമകൃഷ്ണ സാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മലയാളം പഠിപ്പിച്ചിരുന്ന സാറ്. If you don't mind, there is no matter. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമാക്കാതിരുന്നാൽ അതിജീവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ദമനൻ്റെയും കുര്യച്ചൻ്റെയും മറ്റും ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ മഹാകുസൃതി കൂട്ടന്മാരാണ്. ആ കുസൃതിയുടെ ഒരു സമാഗമമാണിത്. ഈ കുഞ്ഞുങ്ങൾ കുസൃതിയായിരിക്കുമ്പോൾ അതൊരു നല്ല രസമല്ലേ? എന്തുപോലെ ഉള്ള ആത്മാർത്ഥത നിറഞ്ഞ കളങ്കമില്ലാത്ത ഈ കുസൃതിത്തരത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് ഞാനിത് കാണുകയാണ്.
പ്രത്യേകിച്ച് രമണനും ഗുരീഷിനും ഒക്കെ എനിക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ ഇതിൻ്റെ പിന്നാലെ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. എന്നെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു 1977 ബാച്ച് സാറിൻ്റെ അടുത്ത് ഞാനൊന്ന് വരികയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ചുകൂടെയൊക്കെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അപ്പുറത്തും ഇപ്പുറത്തുള്ള ബാച്ചുകളൊക്കെ കൂട്ടിക്കോ, നമുക്കിവിടെ നിന്ന് ഒന്നിച്ച് കൂട്ടി സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഗ്രൂപ്പിലിട്ട് വളരെ വിപുലീകൃതമായ രീതിയിൽ അല്ലെങ്കിൽ തന്നെയും റെപ്രസെൻറ്റേഷൻ പല ബാച്ചുകളിലെയും പ്രാതിനിധ്യം ഉള്ള ജംസാണ് നിങ്ങൾ രത്നക്കല്ലുകളാണ്. എനിക്ക് വാസ്തവത്തിൽ വളരെ പിന്നെ വൈകാരികമായ ഒരവസ്ഥയിലാണ്, വൈകാരികമായ ഒരവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രത്നക്കല്ലുകളാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ നിങ്ങളെ അങ്ങനെ ആലിംഗനം ചെയ്ത് പുകഴ്ത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇത്രമാത്രം നിങ്ങൾ എന്നോട് ഒട്ടിച്ചേർന്നുണ്ട്, ഇത്രമാത്രം സ്നേഹവും ആദരവും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ അങ്ങ് മറന്നു പോവുകയാണ്. മാത്രമല്ല, ഞാൻ ഈ തരുണത്തിൽ ഓർത്തു പോകുന്നത് പ്രാതസ്മരണീയരായ ധാപക ശ്രേഷ്ഠന്മാരെയാണ്. ഇപ്പം പിന്നെ BK ഐസക് സാറ്, KT തോമസ് സാറ്, അച്ഛൻ അല്ലേ, പിന്നെ S തങ്കപ്പൻ നായർ, എന്നോട് ഏറ്റവും അടുത്ത് പെരുമാറി, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പല വട്ടം യാത്ര ചെയ്ത പല വിനോദരംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ CJ വർഗീസ് സാറ്, ബിനോയ് ചാത്തുരുത്തി, ഫിലിപ്പ് സാറ്. ബിനോയ് ചാത്തുരുത്തിയും ഫിലിപ്പും ഞാനും കൂടി ഫിലിപ്പിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഫിലിപ്പിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ രാത്രിയായി, സന്ധ്യയായി, നല്ല നിലാവുള്ള രാത്രിയാണ്. ആ നിലാവുള്ള രാത്രിയിൽ ഫിലിപ്പും ഞാനും CJ വർഗീസും കൂടി ഫിലിപ്പിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പൊയ്ക കണ്ടു. പൊയ്ക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പാറ പൊട്ടിച്ചുള്ള കുളമാണ്. ആ കുളത്തിൻ്റെ ചുറ്റോടെ ഇങ്ങനെ ഇരുന്നിട്ട്, എടാ നമുക്കിവിടെ ഇരുന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് അവിടെ ഇരുന്ന് ഇപ്പോൾ CJ വർഗീസ് സാറെന്ന ബിനോയ് ചാത്തുരുത്തിക്ക് അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. ഈ ചന്ദ്രൻ്റെ ആ പ്രതിഫലനം അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അധ്യാപകരായിരുന്നു സത്യത്തിൽ ഫിലിപ്പും CJ വർഗീസും. അത്രമാത്രം ഒരു താതാത്മ്യം, ഹൃദയപരമായൊരു അടുപ്പം, വൈകാരികമായൊരു അടുപ്പം കാണിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേറെ എൻ്റെ കോളേജ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എൻ്റെ പ്രിയ സഹകാരിയും സഹചാരിയും സഹപ്രവർത്തകനുമായിരുന്ന ഐസക് ഒരു മഹാസംഭവം തന്നെയായിരുന്നു. അദ്ദേഹം മാർക്കൗമ വേങ്ങൂർ ഹൈസ്കൂളിൻ്റെ 30 വർഷക്കാലം അവിടെ അധ്യാപകനായിരുന്നു. പിന്നെ കുറുപ്പുമടി സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പിന്നെ അദ്ദേഹം പിന്നെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ വേങ്ങൂർ പിന്നെ സെയിൻറ്റ് തോമസ് എഡേസ ചർച്ചിൻ്റെ പിന്നെ സ്ഥിരം ട്രസ്റ്റിയായിട്ട്, അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇദ്ദേഹം. നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന് 84 വയസ്സായെന്ന് പറഞ്ഞില്ലേ, പോർപ്പിന് വയ്യാതായി. ശരീരം ആദ്യം ധർമ്മസാധനം, നമ്മുടെ മനസ്സ് നീങ്ങുന്നിടത്ത് ശരീരം നീങ്ങാൻ വയ്യാത്തൊരു കാലഘട്ടമൊക്കെ എല്ലാവർക്കും വരുമല്ലോ, എന്നാലും പിടിച്ചു നിൽക്കുക. എന്താ ഈ പ്രായമായി എന്നൊരു തോന്നൽ വരാതിരുന്നാൽ മനസ്സ് ഒരു ആരോഗ്യം കിട്ടും. എ സൗണ്ട് മൈൻഡ്, എ സൗണ്ട് ബോഡി ഈസ് ലൈഫ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറച്ചേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് പ്രായം കൂടി എന്നൊരു തോന്നൽ വേണ്ട. അതുകൊണ്ട് മനസ്സിൻ്റെ ചെറുപ്പം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തലമുടി ഒന്ന് വേണമെങ്കിൽ ഡൈ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ പ്രതിഫലനം, അത് ശരീരത്തിൽ കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ശശിയൊക്കെ വിചാരിച്ച് എനിക്കെങ്ങനെ ഡൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഓർഡർ വെക്കുകയാണ്. പക്ഷെ അത് സാരമില്ല, അതിനുള്ള പ്രതിവിധികളൊക്കെ പലരും ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്. ആരോ പ്രേംനസീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്രേംനസീർ നിത്യഹരിനായി ഞാൻ അന്തം വിട്ടുപോയി. എൻ്റെ ഭാര്യ ശാന്ത അവിടെ ഇരിപ്പുണ്ടോ? പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഈ കാറ്ററാക്ട് സർജറി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ മമ്മൂട്ടിയെ പോലെ ഇരുന്ന ആള് ഒരു കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യേ തിലകനെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കണ്ണിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയാണ്, ഇപ്പം എനിക്ക് ശരിക്കും പിടി കിട്ടി, ശരിക്കും മാള അരവിന്ദനെ പോലെ ഇരിക്കുന്നത്. മമ്മൂട്ടി മാള അരവിന്ദനായി മാറി. അപ്പോൾ അത് എൻ്റെ 2 കണ്ണിൻ്റെ ചെയ്താട്ടോ. അപ്പോൾ എനിക്ക് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഹേമമാലിനിയെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി.
കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞതെങ്കിൽ പോലും പ്രായം ഒരു പ്രശ്നമാക്കാതിരുന്നാൽ നമുക്ക് കൂടുതൽ 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 കാലം ജീവിച്ചിരിക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ട്. ആ ഒരു മനോബലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ പുസ്തകത്തിൽ ഈ സോണിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അപ്പം ആരാ പറഞ്ഞത്? ലീലാജിയല്ലേ പറഞ്ഞത്? ആ സോണി ഇപ്പോൾ രാജഗിരി കോളേജിലെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് അവിടുത്തെ മലയാള അധ്യാപികയാണ്. നമുക്ക് സിൻഡിക്കേറ്റ് കോളേജ് MA വായിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ച കുട്ടിയാണ്. എനിക്ക് അവിടെ കൂടെ പഠിച്ച ഒരു ഷീന വർക്കോസ് ഇന്ന് വന്നിട്ടില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ല. അപ്പോൾ അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്തതിൽ കുറേ ലേഖനങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഉള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ അനുഭവം, ദി ബിറ്റർ ആൻഡ് ബെറ്റർ എക്സ്പീരിയൻസസ് ഓഫ് ടീച്ചിങ് ലൈഫ്, അല്ലേ? ബിറ്റർ ആൻഡ് ബെറ്റർ എക്സ്പീരിയൻസസ് ഓഫ് ടീച്ചിങ് ലൈഫ്, അതിനെക്കുറിച്ച് ആർട്ടിക്കിളുണ്ട്. എൻ്റെ ഈ ഒരു ചെറിയ ആർട്ടിക്കിൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. ലീലാജി അതിനെ ആസ്പദമാക്കിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. അത് ഈ പിന്നെ ആൻസി സൂചിപ്പിച്ചതുപോലെ കോളറ പിടിവിട്ട് രക്ഷപ്പെട്ട പുനർജനി സംഭവിച്ച ഐസക്കിൻ്റെ ചരിത്രം ഉൾപ്പെടെ, കോടിയേരിയിൽ ഉള്ള സംഭവം ഉൾപ്പെടെ, കോരഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സിൽ ഉണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ഞാൻ അതിൻ്റെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അതിൻ്റെ കോപ്പി ഓൺലൈനിൽ വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നിങ്ങളോടൊത്ത് സഹകരിച്ച് കുറേ നിമിഷങ്ങൾ, അനർഘ നിമിഷങ്ങൾ ഞാൻ പറയട്ടെ. ഇവിടെ പിന്നെ മേരി, മോളി, പോള്, ഐസക്ക്, ഇതിൻ്റെ ചുക്കാൻ പിടിച്ച ധവനൻ, കുര്യച്ചൻ, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ CJ വർഗീസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഇവരുടെയൊക്കെ ആ സാന്നിധ്യം എന്നെ വല്ലാതെ കോരിത്തെരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കടഞ്ഞെടുത്ത മകുടങ്ങൾ, സുന്ദരീ ശില്പങ്ങളാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ സാന്നിധ്യം, നിങ്ങളുടെ ഈ സമാഗമം എന്നെ കൂടുതൽ കൂടുതൽ കോരിത്തെരിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയം തുറന്ന ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തത് കൊണ്ടുള്ള ഒരു നിർവൃതി എനിക്കുണ്ട്. എനിക്കിത് ഇപ്പോഴും എൻ്റെ രോമാഞ്ചമണിയുകയാണ്. അതുപോലെ തന്നെ ഐസക്കിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വൈകാരികമായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വന്ന് സഹകരിച്ച എല്ലാവരോടും ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് ശേഷം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഭക്ഷണം അതിൽ സഹകരിച്ചിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഇവിടെ വെച്ച് വെയിലൊക്കെയാണ്, അതിൻ്റെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കുള്ളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. അതിൽ സഹകരിച്ചിട്ട് വേണം പോകാനെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്താണ് കുറച്ചുകൂടെ തണുപ്പുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അവിടെ പോയിരിക്കാം. കുറേ പേർക്ക് വേണമെങ്കിൽ ഈ ഫാനിൻ്റെ ചുറ്റുവിട്ടിരിക്കും. ഉദാഹരണം, സാറ് ഈ ദമനൻ സാറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു തോന്നുന്നു. ഞാൻ 78-ലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഞാൻ ഹിന്ദി ആയിരുന്നു പഠിച്ചിരുന്നത്. ഈ കട്ട് കേട്ട് പഠിക്കാൻ സാറിൻ്റെ ക്ലാസ്. അപ്പോൾ സാറ് അവിടെ പഠിപ്പിച്ചിരുന്നത്, സാറിങ്ങനെ ഈ ടേബിളിൽ കയറി ഇരുന്നുകൊണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ടേബിളിൽ കയറി ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന രീതി ഇപ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറയട്ടെ. ഈ മത്തായി സാറ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർക്ക് അങ്ങനെ മലയാളം പഠിപ്പിക്കുന്നവരെ പോലെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. ഞാൻ സാറിൻ്റെ ആബ്സെൻസിൽ ഞാൻ സാറിനോട് മത്തായി സാറിനോട് ക്ഷമ ചോദിക്കുകയാണ്. പണ്ടൊക്കെ ഈ ഇംഗ്ലീഷ് പ്രൊഫസർമാർ അവർക്ക് ഷേക്സ്പിയറിൻ്റെ നാടകം പഠിപ്പിക്കുമ്പോൾ ഈ സ്റ്റുഡൻസിനെ കംപ്ലീറ്റ്ലി അവർ ഈ ഷേക്സ്പിയർ ഏറയിലേക്ക്, അല്ലെങ്കിൽ എലിസബത്തൻ ഏറയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വിക്ടോറിയൻ ഏജ് ആണെങ്കിൽ ആ വിക്ടോറിയൻ ഏജിലേക്ക്, ആ സ്റ്റേജിലേക്ക് കുട്ടികളെല്ലാം എടുത്തിട്ട് പോയിട്ടായിരിക്കും അവർ ഈ നാടകങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെയാണ് വർഗീസ് സാറും ഈ സാറിൻ്റെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിരുന്നെന്ന് അന്ന് ഞാനിങ്ങനെ ഈ കട്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തായിരുന്നു. അതായത് സാറിപ്പോൾ ഈ കരുണ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കരുണയിലുള്ള ഓരോ പാട്ടുകളും വാസവദത്തയുടെ ആ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ടായിരിക്കും സാറ് പഠിപ്പിക്കുന്നത്. ആ രീതിയിലായിരുന്നു സാറിൻ്റെ പഠിപ്പിയിലെന്ന്
അത് കഴിക്കാം.